കാറിലിരുന്ന് നാട്ടുകാരെ കുറ്റം പറയും, മറ്റുള്ളവരെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ബിഗ് ബോസ് മത്സരാർത്ഥിയാണ്. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം. ഇതാരെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. സീസൺ 6 സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്നത് സായി കൃഷ്ണ. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. അതായത് ഒരു യൂട്യൂബറാണ്. സീക്രട്ട് ഏജന്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ. അദ്ദേഹം ഒരു മനുഷ്യനെ പോലും കുറ്റം പറയാതിരുന്നിട്ടില്ല. കാറ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് കലിപ്പാണ്. പിന്നെ അതിനകത്ത് കയറി എന്തൊക്കെയാണ് വായിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ അവരെക്കുറിച്ച് അങ്ങോട്ട് കഥകൾ, ഇല്ലാത്ത കഥകൾ നനയുന്നു, ഉള്ള കഥകൾ നനയുന്നു. ഇതെല്ലാമാണ് നാട്ടുകാരെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിക്കും, അവർ നേരെ തിരിച്ചും വിളിക്കും. ഇതാണ് പരിപാടി. അതിൽ ഒന്ന് രണ്ട് ഇത് ഞാൻ പറയാം. ഈ കഴിഞ്ഞ ഒരു അധികം നാളായിട്ടില്ല ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള പ്രശ്നം. അന്ന് അദ്ദേഹം ഒരുപാട് ഏറെ കയറുകയും ഒക്കെ ചെയ്തു, അരിയണ്ണൻ എന്ന പേര് വരികയൊക്കെ ചെയ്തു. പക്ഷെ ഇദ്ദേഹം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഒരു വീഡിയോ പോലും നല്ലത് ചെയ്തിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ ആ കാറിനുള്ളിൽ കയറിയത് കുറേ പേരെ ചീത്ത വിളിക്കുന്നു, അവരുടെ വായിരിക്കുന്നത് കേൾക്കുന്നു, അവർ തിരിച്ച് ചീത്ത പറയുന്നു. ഇതൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരാർത്ഥി ഇതുപോലെ ഒരു ഹേറ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ള മത്സരാർത്ഥി. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളി ഒരാളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു, കോട്ടയം അച്ചായനെ കുറിച്ച്. ഞാൻ കോട്ടയംകാരനാണ്, എനിക്ക് അച്ചായനെ പേഴ്സണലായിട്ട് അറിയാം. ഞാൻ കോട്ടയം വഴിയെല്ലാം പോകുമ്പോൾ, അപ്പോൾ കോട്ടയം വഴി പോകുമ്പോൾ ഈ തിരുനക്കര കഴിഞ്ഞ് കോട്ടയം KSRTCയിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെയായിട്ട് അച്ചായൻസ് ഗോൾഡിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അവിടെ ഒരു 10:30 തൊട്ട് ഒരുപാട് ആൾക്കാർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. തമ്പടിച്ച് നിൽക്കുകയല്ല, ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. അത് ഞാൻ കാണുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടിയാണ്. എല്ലാ ദിവസവും അവിടെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അച്ചായൻസ് ഗോൾഡിൽ. ആ ഒരു മനുഷ്യൻ അച്ചായനെ കുറിച്ച് ഈ സീക്രട്ട് ഏജന്റ് എന്തൊക്കെയോ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് അദ്ദേഹം ആളുകളെ പറ്റിക്കുന്നു, ആളുകളെ വഞ്ചിക്കുന്നു, അവരുടെയൊക്കെ പൈസ തട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ചെയ്തായിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, എൻ്റെ തൊണ്ണ മുള്ളു കയറിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. ഞാൻ സത്യസന്ധമായി കാണുന്നൊരു കാര്യമാണ്, ഒരുപാട് പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം അച്ചായൻസ് ഗോൾഡിൻ്റെ അവിടെ ചെന്നാൽ കിട്ടും. എത്ര പേരാണ് അവിടെ നിൽക്കുന്നത്. ഞാനത് കാണുന്നൊരു കാര്യമാണ്. ഞാൻ കോട്ടയം വഴി ഓരോ ആവശ്യത്തിന് പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ 10:30 തൊട്ട് ക്യൂ ആണ് കോട്ടയത്ത്. അതും വലിയ ക്യൂ ആണ്. ഒരുപാട് പേര് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഒരുപാട് പാവങ്ങളെ. അത് മാത്രമല്ല അച്ചായൻസ് ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു വ്യക്തിനെ കുറിച്ചാണ് ഒരു കാറിനകത്തിരുന്ന് ഒരു മനുഷ്യനെ പോലും സഹായിക്കാത്ത ഒരാൾ വന്ന് വെറുതെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തത്. പുല്ല് തിങ്ങത്തുമില്ല, മറ്റുള്ളവരെ തീറ്റിക്കത്തുമില്ല. ആദ്യം നമ്മൾ സ്വയം നന്നാകണം. ഇതല്ലെങ്കിൽ മറ്റുള്ളവരെ അവരുടെ വഴിക്ക് വിടുക. അച്ഛൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ വരെയാണ് സായി ഇങ്ങനെ ഓരോ ഇത് പറയുന്നത്. അതുകൊണ്ട് ഈ കാറിനകത്തിരുന്ന് കണ്ടവൻ്റെ എല്ലാം കുറ്റം പറഞ്ഞ് അവൻ്റെ വായിരിക്കുന്ന കേട്ട് ഇത് മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചാൽ സായി എന്ന് ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ പേര് നിങ്ങളത് ചീത്ത വിളിച്ചാലും ഞാൻ സത്യസന്ധമായ കാര്യമാണ്. നമ്മൾ കോട്ടയം കൂടെ പോയ ആളാണ്, ഡെയിലി പോകുന്ന ആളാണ്. നമുക്ക് അറിയാം കോട്ടയത്ത് അച്ചായൻ എങ്ങനെയാണ്. അദ്ദേഹം ആരെയും തട്ടിക്കോ അല്ല വെട്ടിക്കോ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്നു. പിന്നെ അദ്ദേഹം വീഡിയോ ഇടുന്ന മറ്റുള്ളവർക്ക് പ്രചോദനവും. അദ്ദേഹത്തിന് ആ വീഡിയോ ഇടുമ്പം അദ്ദേഹത്തിന് കുറച്ച് പൈസ ഫേസ്ബുക്ക് വഴി കിട്ടുമെങ്കിൽ അതും അദ്ദേഹത്തിന് കിട്ടണമല്ലോ. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കുറച്ച് പൈസയെങ്കിലും അതൊക്കെ വേണ്ട. എന്നാലല്ലേ പുള്ളിക്ക് കിട്ടിയാലേ പുള്ളിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും അറിയാതെ കാറിനകത്തിരുന്ന് ഒരാളെ പോലും ഒരു 10 രൂപ പോലും സഹായിക്കാത്ത ഒരു വ്യക്തി കിടന്ന് ഇങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾ ചോദിക്കും, നീ മറ്റുള്ളവരുടെ കുറ്റമല്ലേ പറയും? ഞാൻ ആരുടെയും കുറ്റം പറയാറില്ല. പിന്നെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുമുണ്ട്. ഞാൻ ഓരോ 3 മാസം ഇടവിട്ട് നമ്മുടെ അടുത്ത് അനാഥാലയങ്ങളിൽ എനിക്ക് കിട്ടുന്നതിനെക്കുറിച്ച് കുറച്ച് പൈസ ഞാനും എൻ്റെ അമ്മയും കൊണ്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അത് നമുക്ക് ദൈവം നമുക്ക് എന്താണോ തരുന്നത് അത് നമ്മളൊരു 10 പേർക്ക് കൊടുക്കുകയാണ്. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെയാണ്? സന്തോഷ് പണ്ഡിറ്റ് കിട്ടുന്ന ഫുഡ് ഒരു പാവങ്ങൾക്ക് കൊടുക്കുക ആണ് പുള്ളി ചെയ്യുന്നത്. അതൊരു നല്ല പുണ്യപ്രവൃത്തിയായിട്ടാണ് നമ്മളെല്ലാം കരുതുന്നത്.
ആ ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഇരുന്ന് വരുന്നത്. അത് മാത്രമല്ല, വായടത്താൽ മറ്റുള്ളവരെ കുറ്റമുള്ളൂ സായി പറയുമ്പോൾ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ ബൈ.